ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് എന്താണ് ഏതാണെന്നുള്ളത് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. എന്നാലാണ് ഞാൻ എന്താണ് പറയണത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അവരെടുത്തിട്ട് അവർ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിയില്ല. എന്നിട്ട് അവർ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അവർ ഇതെങ്ങനെ അയച്ചത്, വീട്ടിലെത്തിച്ച് തരൂല, വീട്ടിലെത്തിച്ച് തരാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് വാങ്ങുന്നത്, ഷിപ്പിംഗ് ചാർജ് തന്നു കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ച് തന്നൂടെ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ വീട്ടിൽ എത്തിച്ച് തരൂല, നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് പോസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴി നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതറിയാണ്ടാണ് ഒരുപാട് പേര് ഓർഡർ എടുക്കുന്നതും പേയ്മെൻറ്റ് അടച്ചിട്ട് ഓർഡർ എടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റാണ് അവർ ഇതറിയുള്ളൂ. വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഓരോ ഡൗട്ടും കാര്യങ്ങളും വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ്സൊക്കെ ഒരുവിധം കഴിഞ്ഞ പോലെ ഗ്ലിറ്റർ ട്യൂബൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 4-5 ദിവസം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തും. പിന്നെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇന്ന് വന്നത്, ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് വിന്നറിനെ പ്രഖ്യാപിക്കുമെന്ന്. പക്ഷെ ഇന്ന് എനിക്കതിന് ടൈം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് അത് ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച ടൈം പറയണില്ല, ഞായറാഴ്ച ഏതെങ്കിലും ഒരു സമയത്താവും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരിക. അപ്പോൾ അത്രയും ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പം ഞായറാഴ്ച ആകുമ്പോൾ അത് ഒരുപാട് കമൻ്റ് ഉണ്ട്. അപ്പം അത് എഴുതി ഉണ്ടാക്കി വരിക പറയുമ്പോൾ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആകുമ്പോൾ കുട്ടികളെല്ലാവരും കൂടെ ആകുമ്പോൾ അതൊക്കെ കണ്ട് എഴുതിയിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതൊരു സൗകര്യമാകും. അപ്പോൾ അതുകൊണ്ട് അത് ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊരു വോയിസ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളോട് പറയാതിരുന്നാൽ നിങ്ങളത് വെയിറ്റ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച നമ്മൾ ആ വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ കുറച്ച് ദിവസം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ കൂടെ നിങ്ങൾക്കൊരു ബിസിനസ്സിൻ്റെ ഒരു ആശയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് ബിസിനസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടാമതൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അത് സോപ്പ് മേക്കിങ്ങിൻ്റെ ബിസിനസ്സും അതുപോലെ പമ്പേഴ്സ്, സ്റ്റിച്ചിങ് ചെയ്ത നൈറ്റി, അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ആ ചാനൽ. അപ്പം അതിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൻ്റെ ഒരു ആശയമായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസിലൂടെ പറയണത്. അപ്പോൾ വെറുതെ ഇരിക്കണ വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട്. അവർ ഓരോരുത്തർ എങ്ങനെ സെയിൽ ചെയ്യുക, എങ്ങനെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്നൊരു ഐഡിയ പറഞ്ഞു തരുമോ എന്നൊക്കെ എന്നോട് എൻ്റെ കമൻറ്റിലായിട്ടും എൻ്റെ വാട്സപ്പിലായിട്ടും ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയതാണ് ഹെയർ അക്സസറീസിൻ്റെ ബിസിനസ്. നല്ല മൂവിങ് ആയിട്ടിപ്പോൾ അതിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ ഈ സംഭവം. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് കുറഞ്ഞ പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉമ്മയും മോളും എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ആ ചാനലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിലും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് അതുപോലെ പമ്പേഴ്സ്, നമുക്ക് പമ്പേഴ്സിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യാൻ നല്ലൊരു എളുപ്പമാണ്. കാരണം വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് നമ്മൾ പമ്പേഴ്സൊക്കെ കൊടുക്കുന്നത്. 7 രൂപയാണ് ഒരു പമ്പേഴ്സിന് വരുന്നത്, സ്മോള്. അത് ഇപ്പോൾ ലാർജ്, മീഡിയം അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന്.
അപ്പോൾ ഇനിയും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് ബിസിനസ് ചെയ്ത് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എയർ അക്സസറീസിൻ്റെ ബിസിനസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോപ്പിൻ്റെ മോൾഡ്, അതുപോലെ സോപ്പ് ബേസ്, അതുപോലെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിൽ അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കുറഞ്ഞ റേറ്റിന് വാങ്ങിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ചെയ്യാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഉമ്മയും മോളും എന്നുള്ള ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സോപ്പായിട്ടും നമ്മൾ സെയിൽ ചെയ്യണുണ്ട്. പാർക്കിങ്ങിന് സോപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പമ്പേഴ്സായിട്ട് വേണമെന്നുണ്ടെങ്കിലും നൈറ്റി, സ്റ്റിച്ച് ചെയ്ത നൈറ്റി ആണെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു ഓൺ വോയിസിൽ വന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇന്നിപ്പോൾ ബുധനാഴ്ച ആയില്ലേ, ഒരു 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നർ ആരാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇന്ന് ഇടാൻ പറ്റാത്തൊരു അസൗകര്യക്കുറവ് കൊണ്ടാണ് നമ്മൾ അത് ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്താണ് ഇതിൽ പറയണത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നതിന് ശേഷം മെസ്സേജ് വിടുക. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എത്തിയിട്ടില്ല. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന്